ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അലോണ സ്ട്രീമർ. അപ്പോൾ കഥയുടെ 3-ാം ഭാഗമാണ് ഇന്ത്യയുടെ അവസാനം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അവർ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൾ ഇവർക്ക് നേരെ തോക്ക് ചൂണ്ടി. അപ്പോൾ ബിൻഷാദും മിൻഷയും തോക്ക് അവളുടെ നേരെ ചൂണ്ടി. ബാസിത്ത് തൻ്റെ കുന്തം അവർക്ക് നേരെ പിടിച്ചു. സാരഥ മുന്നിൽ കൈപൊക്കി നിൽക്കുന്നു. ആരാണ് നീ? എൻ്റെ പേര് മീന. നീ എങ്ങനെ ഇവിടെ എത്തി? ഞാനൊരു പട്ടാളക്കാരിയാണ്. ഒരു മിഷന് വേണ്ടി കാട്ടിൽ വന്നതാണ്. എന്നാൽ എൻ്റെ കൂടെ വന്നവരെയെല്ലാം മരിച്ചുപോയി. ഞാനിവിടെ പെട്ടു. ഞാനിവിടെ ഇതുവരെ സർവൈവ് ചെയ്തു ജീവിക്കുകയായിരുന്നു. എന്നാൽ നിങ്ങൾ ആരാണ്? എൻ്റെ പേര് മിൻഷ എന്നാണ്. എൻ്റെ പേര് ബിൻഷാദ്. എൻ്റെ പേര് ബാസിത്ത്. എൻ്റെ പേര് സാരഥ്. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞങ്ങളൊരു നിധി തേടി വന്നതാണ്. വിഡ്ഢികളെ, നിങ്ങളറിയാത്ത ഒരുപാട് അപകടങ്ങൾ ഇവിടെയുണ്ട്. എല്ലാ അപകടങ്ങളും അറിഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപകടങ്ങളെ മുറികടക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇവിടെ നിൽക്കുന്നത് സുരക്ഷിതമല്ല. എന്തുകൊണ്ട്? എൻ്റെ കോറ്റൻ കടുവകൾ ഇതിലൂടെ അലഞ്ഞുതിരിഞ്ഞ് നടക്കാറുണ്ട്. രണ്ട് കടുവയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ? പിന്നെ എനിക്ക് മനസ്സിലാവാതെ എൻ്റെ മുന്നിൽ പല പ്രാവശ്യം വന്നതാ. മനസ്സിലാവില്ലേ? ഇവിടെ വരൂ. ബാസിത്ത് വാഹനത്തിൻ്റെ ഡിക്കി തുറന്ന് മീനക്ക് കാണിച്ചു കൊടുത്തു. അത് കണ്ട് മീന ആകെ ഞെട്ടി. ഇവർ ചില്ലറക്കാരല്ലെന്ന് മീനക്ക് മനസ്സിലായി. ഞങ്ങളുടെ കൂടെ നിധിയെടുക്കാൻ വരുന്നുണ്ടോ? അതെ, വരാമല്ലോ. ശേഷം അവർ ആ വലിയ സീതാൻ എന്നു പേരുള്ള ഗുഹയിലേക്ക് കടന്നു. ആകെ ഇരുണ്ടു കിടക്കുകയായിരുന്നു. അവർ വാഹനത്തിൻ്റെ ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്തു. അപ്പോൾ ഒരുപാട് വവ്വാലുകൾ വന്ന് വാഹനത്തിൻ്റെ ഗ്ലാസ്സിൽ ഇടിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ ടോർച്ച് ലൈറ്റ് ഓഫ് ചെയ്തു. അപ്പോൾ മീന തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഇരുട്ടത്ത് കാര്യങ്ങൾ കാണാൻ കഴിയുന്ന മെഷീൻ ഉപയോഗിച്ച് അവർക്ക് വഴി പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ മൃഗങ്ങൾ നിറഞ്ഞ ജാസ്തൻഗിരിയിലെത്തി.